രാവിലെ തന്നെ കുറച്ച് ഉള്ളി എടുത്ത് മുറിച്ച് ചെറുതായി മുറിച്ച് എണ്ണയിലിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാണ് മക്കളെ. ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ. ഉള്ളി അങ്ങനെ അയ്യോ 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 എന്ന് വിളിച്ച് കുറച്ചുകൊണ്ടിരിക്കും. എന്തിനാണാവോ ഇങ്ങനെ ഈ ഉള്ളിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അറിയത്തില്ല. നോക്കാം എന്താണ് ഇനി അടുത്ത പരിപാടി എന്ന്. ഈ മൊരിഞ്ഞ ഉള്ളിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണ്ടേ മക്കളെ. അണ്ടിപ്പരിപ്പ് അയ്യോ ഇതെന്തായി കിട്ടുമെന്ന് നോക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ അടുത്ത ഐറ്റം കൂടെ വന്നു. അതിതാ കറിവേപ്പില. ഇളക്കാണ് എന്താണ് ആവുന്നതെന്ന് കാണാലോ. അയ്യോ പൊട്ടുന്നുണ്ട്. എണ്ണ ഇങ്ങോട്ട് തെറിച്ചാൽ പൊള്ളിപ്പോകും. ഇവിടെ എന്താ അടച്ചു വെച്ചിരിക്കുന്നു നോക്ക. എന്താ തുറന്നു നോക്ക. അല്ല ഇതെന്താ ചിക്കന് മസാല വരട്ടി വെച്ചിരിക്ക. ഇതെന്താ ചെയ്യാൻ പോണാവോ. മസാല പുരട്ടി ചെക്കണത് ഇവിടെ ഈ പാത്രത്തിലിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് തിളച്ച് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് നന്നായി തിളച്ച് വരുന്ന എണ്ണയിൽ കിടക്കാണ്. നോക്കാം കുറച്ച് കാത്തിരിക്ക വേവട്ടെ. ഇവിടെ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിയും കൂടെ വെച്ചിട്ട് അവിടെ കാണുന്നുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നാവോ. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി കൂടെ തന്നിട്ട് അതങ്ങനെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കാണ്. നോക്ക്. ഓ ഇതിൻ്റെ ഇളക്കുന്നു ഇങ്ങനെ ഇട്ട നമ്മൾ അരിയിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് പുതിന മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇവിടെ വേവിക്കാണ് ഗൈസ്. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലിട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് തക്കാളി എന്നിവ ഇട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മസാല കൂട്ടിൻ്റെ പരിപാടിയാണ്. അങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടിയും കൂടെ ഇട്ട് നന്നായി ഇളക്കാണ്. ഐസ് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയില പുതിനയില മുറിച്ചത് ഇട്ടിട്ടുണ്ട് ഗൈസ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടാ. തൈരും കൂടി ഉപ്പും തൈരും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതുമാതിരി മുറിച്ച് വെച്ച മല്ലിയില പുതിനയില എന്നിവ അതിന് മുകളിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഉള്ളി മുറിച്ച് ഇട്ടു. അതേമാതിരി കക്കരി ചെറുതായി മുറിച്ച് ഇട്ട് ഇത് കച്ചമ്പർ ഉണ്ടാക്കാനുള്ള പ്രയത്നം. നമ്മളുടെ കച്ചമ്പർ റെഡിയായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ